ഹലോ എവരി വൺ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് റോസ്റ്റിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 10-15 ചെറിയ ഉള്ളി, 2 വലിയ സവാള എന്നിവ കൂടി ചേർത്തിട്ട് വീണ്ടും സോട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി സോഫ്റ്റായി വരുമ്പോൾ ഒരു 2-3 പച്ചമുളക്, അല്പം കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണക്ക് മാറുവോളം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മട്ടൻ വേവിച്ച വെള്ളത്തിൽ നിന്ന് അല്പം എടുത്തിട്ട് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 2 കോരിയൊക്കെ എടുത്താൽ മതിയാവും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൻ നന്നായി വെന്തത് കൊണ്ട് തന്നെ ഇനി അധികം നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതിയാവും. നിങ്ങൾക്ക് അല്പം ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം സ്റ്റോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഡ്രൈ റോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഞാനൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇനി അവസാനമായി അല്പം കുരുമുളക് പൊടിയും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ചേരുവകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മട്ടൺ റോസ്റ്റാണിത്. എല്ലാ മെയിൻ ഡിഷിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.